ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാലിക്കുട്ടാപ്പി വീടിന്റെ പുതിയൊരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഓർക്കുണ്ടാവും ഞാൻ കെട്ടും കെട്ടി ഇവിടെ പോവാണെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പൊ ഒരു തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ്. കമോൺ, ഇവിടെ ഒരാൾ ഫോൺ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വീഡിയോ ചെയ്തപ്പോ ഞാനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് അന്ന് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങളെ കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ഹോസ്പിറ്റൽ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും നമുക്ക് ചെയ്യാനും കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെ, എന്റെ ബേബി വന്നു കേട്ടോ. എന്റെ അല്ലിക്കുട്ടനും ഉണ്ടെന്നേ. അല്ലിക്കുട്ടനും ഉണ്ട്. എന്താ പറയുന്നത്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പറ. അപ്പൊ നമുക്ക് ആശുപത്രി പോവാനായിട്ട് ഡോക്ടറെ പോവാനായിട്ട് കുഞ്ഞാവിക്ക് മോച്ചേരാം. എന്തോ ഓ ഓ ഓ ഓ അവന് മയക്ക് വേണോന്ന്. മയക്ക് വേണോ? അടങ്ങിയിരിക്കോ? മയക്ക് വെച്ച് അടങ്ങിയിരിക്കോ? അടങ്ങിയിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ അല്ലിക്കുട്ടനെ ഞാൻ മയക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സംസാരിക്കണം. ഓക്കെ, സംസാരിക്കേ. ഹായ് പറ. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്. I am ധീരൽ ഫുൾ നെയിം പറ. ധീരൽ കൃഷ്ണ പറ. പിടിക്കരുത് കേട്ടോ, പിടിക്കരുത്. അപ്പൊ പറ, നമ്മളിപ്പോ ഇത് കുഞ്ഞാവയ്ക്ക് നമ്മൾ കുഞ്ഞാവെ കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നമ്മൾ ബാഗ് റെഡിയാക്കല്ലേ? ഓക്കെ അപ്പൊ നമുക്ക് എല്ലാരും കാണിച്ചു കൊടുക്കാം. കുഞ്ഞു സംസാരിക്കണം കേട്ടോ. മൈക്ക് പിടിച്ചോ. അപ്പോ അപ്പോ ഓക്കെ, മൈക്ക് പിടിക്കാൻ. ഓക്കെ, മൈക്ക് പിടിക്കാൻ പാടില്ല. മാറ്റി നമുക്ക് വെക്കാവേ. നമുക്ക് ഓരോന്ന് നമുക്ക് വരെ കാണിച്ചു കൊടുക്കാം. നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആരും ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വെച്ചത് തിരിച്ച് എടുക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അല്ല പിന്നെ നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ പെട്ടാ മൈക്ക് പിടിക്കേ. നമുക്ക് സംസാരിക്കും. അപ്പൊ നമ്മള് ഒന്നും വെച്ചിട്ടുള്ള കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് തന്നെ ഞാനിപ്പോ എന്റെ തന്നെ ആദ്യം കാണിക്കാം. എനിക്ക് ഒരു 3 ഫ്രോക്കും നൈറ്റ് ഫ്രോക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു, ഫീഡിങ്ങിന്റെ തന്നെ. ഇത് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മേടിച്ചതാട്ടോ. അപ്പൊ അത് അതുപോലെ തന്നെ വെക്കാണ്. എനിക്ക് ഒരുപാട് ഇങ്ങനെ പറയാനും സംസാരിക്കാനും അത്ര എല്ലായെങ്കിലും ഇടപെടാവുന്ന പോലെ ഞാൻ കാണിക്കാം, പറയാണ്. പിന്നെ ഒരു ടർക്കി പോലെ ഒരു സംഭവം. ഫേസ് ഒക്കെ ഒന്ന് വേണ്ടേ? ഓക്കെ, ചെറുക്കൻ കുറച്ച് അലമ്പായി. അപ്പൊ അത് അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനെ ഇതിപ്പോ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഫേസ് കുറയ്ക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ടർക്കി. പിന്നെ തോർത്ത് എന്തായാലും വേണമല്ലോ നമുക്ക്. എത്ര തോർത്തുണ്ട്? 3 തോർത്തുണ്ട്. ഇരിക്കട്ടെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ മാത്രമല്ലോ, കൂടാതെ അമ്മയും ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ വരുമല്ലോ. അവർക്ക് വേണ്ട 3 എടുത്തിട്ടുണ്ട്. അപ്പൊ അത് പുറമെ തന്നെ ഞാൻ വിൽക്കാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഡോക്ടർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ തയ്ക്കാനൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കവറിൽ തന്നെ ഞാൻ വെച്ചു. അത് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, ചില സാധനങ്ങളൊന്നും എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് മേടിക്കാം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ മേടിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അഡ്മിറ്റ് ആണെങ്കിൽ വന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മേടിച്ചു. ഓപ്പൺ നൈറ്റി ആണ് ഇത്. 2 ഓപ്പൺ നൈറ്റി ഞാൻ മേടിച്ചിട്ടുള്ളൂ. നമുക്ക് ഞാൻ യൂസ് ചെയ്യത്തില്ല നൈറ്റി എന്ന് പറയുന്ന സാധനം, എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്പൺ നൈറ്റി ആണിത് 2 അപ്പൊ അതും ഞാൻ ഇതിന്റെ കൂടെ തൽക്കാലം കൂട്ടിക്കിട്ടെ. നമുക്ക് പിന്നെ അങ്ങോട്ട് മാറ്റി വെക്കാവേ.
എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു ഫ്രോക്ക് നൈറ്റിയും നമ്മളിത് ഷേപ്പ് ഇല്ല, ജസ്റ്റ് ഡെലിവറി കഴിയുമ്പോ നമുക്ക് വേണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് കൈയൊക്കെ ജസ്റ്റ് ഇവിടെ ഷേപ്പ് ചെയ്ത് കെട്ടൊക്കെ ഉണ്ട്, അധികം ഷേപ്പ് ചെയ്തിട്ടില്ല, കൈയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നൈറ്റി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. എനിക്ക് നൈറ്റിയോട് അങ്ങനെ എനിക്ക് അത്ര വലിയ പറഞ്ഞില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഈ നൈറ്റി കണ്ടിട്ട് എനിക്ക് വിട്ടിട്ട് പോരാൻ തോന്നില്ല. പക്ഷെ എന്തോ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. അപ്പൊ അതിന്റെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചതാണ്. അങ്ങനെ അതും ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഇടും, കാരണം അതിലെ ഷേപ്പ് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലില് അണ്ടർസ്കർട്ട് ഇടുന്നവരും ഉണ്ട്, 3/4 പാന്റ് അടിയിൽ ഇടുന്നവരും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ 1 2 3 4 എന്താണ് വെച്ചിട്ടുണ്ട് കേട്ടോ. സംസാരിച്ചോ, മൈക്ക് കയ്യിലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 4 3/4 എടുത്തിട്ടുണ്ട് ഇടാനായിട്ട്. അതങ്ങനെ അപ്പൊ അത് ഗാലി അടിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ഫ്രോക്കാണ്. ഞാനിപ്പോ ഇതിപ്പോ വെക്കുന്നില്ല, എനിക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുക്കണം. അതൊന്നും ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. തൽക്കാലം അത് നമുക്ക് ഈ കവറിലാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം എന്റെ ഇന്നേഴ്സാണ്. ഫീഡിംഗ് ബ്രായ് അല്ല, ഞാൻ ഫീഡിംഗ് ബ്രായ് ഇപ്രാവശ്യം ഞാൻ മേടിച്ചില്ല. കാരണം അല്ലൂട്ടനെ ആയിരുന്നപ്പോ നമ്മള് ആ സമയത്താണല്ലോ ശരിക്കും പറഞ്ഞ ഫീഡിംഗ് ബ്രായൊക്കെ ആ സമയത്ത് കൂടുതലും ഇറങ്ങിയതും എല്ലാരെയും കാണാം. അപ്പൊ നമ്മൾ അങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മേടിച്ചതായിരുന്നു. അന്ന് ഒരുപാടൊന്നും മേടിച്ചില്ല, ഒരു 3 ഞാൻ മേടിച്ചുള്ളൂ. അത് യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് മേടിക്കാൻ എന്നുള്ള ഇതിലായിരുന്നു. അങ്ങനെ ഞാൻ 3 കുറച്ച് ഓൺലൈൻ വഴി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആ ക്ലിപ്പ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ക്ലിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കുഞ്ഞിന് ഫീഡ് ചെയ്യുമ്പോഴത്തേനും അവന്റെ ഫേസിൽ കൊള്ളുമായിരുന്നു. അത് അരയൊന്നുമില്ല, പക്ഷെ എന്നാലും എന്താ നമുക്കൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മളിപ്പോ രാത്രിയിലത് ഉറക്കത്തിലേക്ക് നമ്മൾ ജസ്റ്റ് ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് ആണെങ്കിൽ സപ്പോസ് കുഞ്ഞിന്റെ മുഖത്ത് കൊള്ളു, സ്ക്രാച്ച് വീഴും, അങ്ങനെയൊക്കെ പേടിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് പിന്നെ അങ്ങനെ ഉപയോഗിച്ചില്ല ഞാനത്. അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം ഞാൻ അതുകൊണ്ട് ഫീഡിംഗ് ബ്രാ വേണ്ടാന്ന് നോർമൽ സാധാരണ പാഡിന്റെ തന്നെ ഒരുപാട് ഹലോ ഗൈസ് പാഡിന്റെ തന്നെ ഞാൻ മേടിച്ചത്. അത് വലിയ കട്ടിയൊന്നുമല്ല, വലിയ കട്ടി നല്ലൊരു ഫീഡിങ് കുഞ്ഞിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലൊരു ബ്രായാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആയിട്ടുള്ള സാധനങ്ങളാണിത്. ഇത് ഞാൻ അത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ശരി പൊക്കോ. പിന്നെ എന്റേതായിട്ട് വേറെ പിന്നെ അറിയാലോ, നമുക്ക് ഡെലിവറിക്ക് നമുക്ക് അവിടെ നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിയുടെ GH അപ്പൊ അവിടെ നമുക്ക് എന്തായാലും വെള്ളം മുണ്ടും ഷർട്ടൊക്കെ വേണം. സിസേറിയന് കയറ്റുമ്പോൾ അവരെന്തായാലും വെള്ളം മുണ്ടും ഷർട്ട് തൊട്ടായിരിക്കും ആദ്യം കയറ്റുക. അപ്പൊ അതിന് നമുക്ക് 2 ഷർട്ട് നമ്മള് നേരത്തെ കഴുകി തേച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ മുണ്ട് ഞാൻ ഇവിടെ മുണ്ടുണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ മേടിക്കാൻ ആദ്യം വിചാരിച്ചു. അപ്പോഴാണ് അമ്മയും ചേച്ചിയൊക്കെ പറഞ്ഞ് അവർക്ക് വീട്ടിലുണ്ട്, അലക്കി തേച്ച് കൊണ്ടുവരാം. അപ്പൊ അഡ്മിറ്റ് ആക്കുമ്പോൾ എല്ലാവരും വരൂല, അപ്പൊ അവർ വരുമ്പോഴത്തേനും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ മുണ്ട് ഞാൻ എന്റെ കാറ്റഗറിയിൽ ഇപ്പൊ അതില്ല, അത് അവിടുന്ന് ഓൺ ദ വേ വന്നോളും. അതങ്ങനെ അത് സെറ്റ്. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അത് ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് എന്താ വെച്ചെന്നൊക്കെ നോക്കട്ടെ. അത് സാധനം ഇത് അറിയാലോ, പാഡ്. ഇതില് ഒരു പാഡ് സാധാരണ എനിക്ക് വിസ്പർ പറ്റില്ല, അലർജിയാണ്, പണ്ടോട്ട് ഞാൻ അങ്ങനെയാണ്. സ്റ്റേ ഫ്രീ ആണ് ഉപയോഗിക്കാറ്. വേറെ ഒന്നും എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടിട്ട് ഞാനത് ഉപയോഗിക്കാറില്ല. അപ്പൊ സ്റ്റേ ഫ്രീ ആണ് പണ്ടോട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലുവ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പാഡിന് പണ്ട് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടില്ല, ഒരു 3 ഇയേഴ്സ് മുമ്പൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ അതിന്റെ തന്നെ പാൻറ്റീസ് പോയിട്ട് ഇതാണ് പാഡാണ്. അപ്പോ ഇത് എന്റേതായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ
ഞാൻ ഇതിനെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയാനായിട്ട്. അപ്പൊ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഞാനിപ്പോ എന്റെ ആയിട്ടാണ് അതെല്ലാം കാണിച്ചത്, കാരണം ഇത് കുറച്ചധികം ഉണ്ടാകും. അപ്പൊ എനിക്ക് ഈ ബാഗ് ഫ്രണ്ടിൽ നിന്നും മാറ്റിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എന്റേതായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചത്. നമ്മുടെ ചോട്ടാ സാധനത്തിന് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. ചോദിക്കുമ്പോ തന്നെ താഴേക്ക് ഇറക്കിയതൊന്നും വെച്ചു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബാഗ്. ഈ ബാഗിലേക്ക് ഇതിന് ഞാനിപ്പോ 2 ബെഡ്ഷീറ്റ് മേടിച്ചത് ഇരിപ്പുണ്ട്. 2 മേടിച്ചിട്ടുള്ളൂ. പിന്നെ പില്ലോ, അതിന്റെ പില്ലോ കവർ ഇതിന്റെ കൂടെ ഓൾറെഡി ഉണ്ട്. പില്ലോ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ അതോ മേടിക്കുമ്പോ എന്ന് എനിക്കറിയത്തില്ല. അതൊരു ഒന്നും പറഞ്ഞിട്ടില്ല അതങ്ങനെ. പിന്നെ നമ്മളൊരു കേട്ടാസിന്റെ ഉടുപ്പുകളാണ്. ഇതില് പുതിയതും ഉണ്ട്, പിന്നെ അല്ലൂട്ടന് കുഞ്ഞായിരുന്നപ്പോ മേടിച്ച ഉടുപ്പുണ്ട്. അത് ഇട്ടിട്ട് പോലുമില്ല, അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാണ്. അത് നമ്മൾ അലക്കി തെച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് കിൻഡർ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുന്ന് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടി ഫ്രോക്കും ഉണ്ടായിരുന്നു. കുട്ടി ഉടുപ്പും ഉണ്ടായിരുന്നു. ഫ്രോക്ക് എന്നൊക്കെ പറയുന്ന ഉണ്ടായിരുന്നു. അപ്പോ അത് കുഞ്ഞിന്റെ ആയിട്ട് കുട്ടി ഉടുപ്പാട്ടോ ഇത്. അപ്പൊ അത് ഞാനത് കഴുകി വെച്ച് ഇനി ഓപ്പൺ ചെയ്യേണ്ടത് മടക്കി വെച്ചിരിക്കുക. അത് എടുക്കണ്ട അത് അങ്ങനെ. പിന്നെ ഇത് കൊച്ചിന്റെ ടർക്കിയാണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് കിൻഡർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതും ഇത് നമുക്ക് റിസീവിംഗ് ആയിട്ട് നമ്മൾ മേടിച്ച ഒരു ടർക്കിയാണ് അത്. പിന്നെ ഇത് കുഞ്ഞാവരുടെ ബ്ലൗസ്, കയ്യില് കാലിലൊക്കെ ഇടുന്ന കുട്ടി ബ്ലൗസുകള്. പിന്നെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടി ഉടുപ്പ് ഇത് നമ്മൾ മേടിച്ച് വെച്ചേക്ക. കുഞ്ഞാവ വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും കുഞ്ഞിനിട്ടുകൊണ്ട് പോരാൻ വേണ്ടിയിട്ട് മേടിച്ചെടുത്ത. അപ്പൊ ഞാൻ പറഞ്ഞ ഇതിൽ തന്നെ എന്ന കുഞ്ഞിൻ്റെതായിട്ടുള്ള സാധനങ്ങള് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. ഒരു തപ്പി നടക്കണ്ടല്ലോ, അപ്പൊ പറഞ്ഞാൽ മതി ഇതിനുണ്ട് കുഞ്ഞിന്റെ എല്ലാം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരൊക്കെ കവർ എടുത്താൽ മതിയല്ലോ. ഞാനാ അപ്പൊ ഇത് അങ്ങനെ കുഞ്ഞിന്റെ കാര്യം അത് സെറ്റ്. പിന്നെ വരുന്നതാണ് നമ്മുടെ തോട്ടും പറക്കും ഞാൻ അങ്ങനത്തേക്ക് വെച്ചില്ല. ഓക്കെ, പിന്നെ ഇത് വൈപ്സ്. ഇത് എനിക്ക് മേടിക്കേണ്ടി വന്നില്ല. വാ ഞാനാണെങ്കിൽ തീർക്കുന്നത് ഓക്കെ. ഇത് വൈപ്സ്, അത് എനിക്ക് മേടിക്കേണ്ടി വന്നിട്ടില്ല. മേടിക്കണം. ഇതിപ്പോ തൽക്കാലം നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വൈപ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മേടിക്കേണ്ടി വന്നിട്ടില്ല. എന്തോ വന്നോ? വാ മുന്നോട്ടിരിക്കും. ഇത് കുഞ്ഞാവിക്കുള്ളല്ലേ അല്ലേ? ഇത് കുഞ്ഞിന്റെ കുഞ്ഞാവിക്കുള്ളാണല്ലേ? അപ്പൊ ഇതിനകത്ത് വെക്കാതെ അതൊക്കെ പറഞ്ഞാലേ നടക്കത്തുള്ളൂ. അപ്പൊ വൈറ്റ്സ് ആണിത്. അപ്പൊ അത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സംഭവം. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഒരു ടർക്കി ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞിന് ഓക്കെ, നമുക്കിത് കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ ടർക്കിയല്ല, ജസ്റ്റ് നമുക്ക് കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ഇവിടെയൊക്കെ പോകുമ്പോഴത്തേന് എന്തായാലും വേണം. അപ്പൊ ഇതിലൂടെ ഫ്രീ കിട്ടിയ ഒരു ടർക്കിയാണിത്. പക്ഷെ നമുക്ക് മെയിനായിട്ട് നമ്മൾ മേടിച്ചത് ഇതാണ്. നമുക്ക് ഇതായിരുന്നു വേണ്ടത്. കണ്ടോ, കുട്ടിക്കറിയൊക്കെ കയറ്റി ഇതിനൊക്കെ വെക്കുന്ന സംഭവം. അപ്പൊ ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണിത്. എന്തായാലും നഷ്ടമില്ല. കഴിഞ്ഞ പ്രാവശ്യം അല്ലൂട്ടിന് വേണ്ടിയിട്ട് ഒരു 450 സംതിങ് രൂപയുടെ വരുന്ന ഒരു സംഭവമായിരുന്നു അന്ന് മേടിച്ചത്. പക്ഷെ അത് നല്ല കട്ടിയുണ്ട് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അതിപ്പോഴും നമുക്ക് ഇരിപ്പുണ്ട് ഇവിടെ. നമ്മളത് ആദ്യം ഓർത്ത് നമുക്ക് അല്ലൂട്ടിന് ഉപയോഗിച്ചത് എടുക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത്. ഡ്രൈ ക്ലീൻ ചെയ്ത് എടുത്താലോ അഴുക്കായിട്ടൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഡ്രൈ ക്ലീൻ എടുത്താലെന്ന് ചോദിച്ചപ്പോ കുട്ടിയോട്ടം തന്നെ പറഞ്ഞു വേണ്ട, പുള്ളിക്കാരന് വേണ്ടെന്ന് മോദിക്ക് പുതിയതിനെ എടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഓൺലൈൻ നോക്കി മേടിച്ചാട്ടോ. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ ആ ഒരു സംഭവവും ഇതിനകത്തേക്ക് കുഞ്ഞാപ്പയുടെ വെക്കുവാട്ടോ. അപ്പൊ കുഞ്ഞിതായിട്ടുള്ള സാധനങ്ങള് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത്ര നിലവിൽ പറയാനുള്ളൂ. പിന്നെ ഈ സ്റ്റോക്കിന്റെ ഇതിലേക്ക് ഇത് വെക്കാണ്. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പൊന്നിന്റെ ചെരുപ്പ്. അമ്മ പറയട്ടെ, വെയിറ്റ് ചെയ്യ്. പൊന്നിന്റെ ചെരുപ്പ് അമ്മ പറയട്ടെ. നിന്തല്ലേ? ഓക്കെ, ഇത് നിന്തല്ലേ? ഇത് അല്ലൂട്ടന്റെ ചെരുപ്പാണിത്. ഇത്
3 183 രൂപ. ആ കുഞ്ഞിന്റെ ചെരുപ്പ് ആയിട്ടോ വേറെ. അപ്പൊ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. കണ്ടല്ലോ എല്ലാരും, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. 3 183 രൂപയ്ക്ക്. നഷ്ടമില്ല എന്തായാലും. ഞാനപ്പോ ഒരെണ്ണം വീട്ടിലേക്ക് ഇവിടെ ഇടാൻ വേണ്ടി എടുത്തു. ഇതിപ്പോ 2 എടുത്ത് ഓർമ്മ എന്റെ അമ്മയ്ക്ക് കൊടുക്കാനും എനിക്കും കൂടെ എഴുതിയിട്ട് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കൊടുക്കാൻ. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, ഇതുപോലുള്ള കുരുപ്പുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ മാക്സിമം മാറ്റി നിർത്തിയിട്ട് എല്ലാവരും വീഡിയോസ് ഒക്കെ ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് ഓക്കെയാണ്. പിന്നെ ഇത് നമ്മള് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കുഞ്ഞാവയ്ക്കുള്ള സാധനങ്ങളാണ്. ഇത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് എല്ലാവരും ഓടിപ്പോയി കണ്ടിട്ട് പോയോ. ഈ കാണിക്കുന്ന ഐറ്റമാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നത്. ഇതിൽ നമുക്ക് 4 ഐറ്റം ഉണ്ടായിരുന്നു. ഒരു മൊസ്കിറ്റോ പില്ലോ, ഒരു ബെഡ് കൂടെ ചേർന്ന് ഒരെണ്ണമായിരുന്നു. പിന്നെ മറ്റൊന്ന് നമ്മൾ കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കില്ലേ, അതിൻ്റെ ആ ഒരു ടൈപ്പ് ബെഡും. പിന്നെ വേറൊന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കുഞ്ഞിനെ കവർ ചെയ്ത് അതിനകത്ത് കിടത്താൻ പറ്റുന്ന ടൈപ്പ് ഒരു ബെഡും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നേരെ ഒരു സാധാ ഒരു സ്ക്വയർ ടൈപ്പിലൊരു ബെഡുണ്ടായിരുന്നു. എന്തായാലും ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു സാധനമായിരുന്നു കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലോട്ടിനായിരുന്നപ്പോൾ ഇതുപോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് ഓഫറിൽ നമുക്ക് 2 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി, 4 ഐറ്റമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളത് നല്ല ഒരു ക്വാളിറ്റിയാണ്, അഫോർഡബിൾ റേറ്റാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഐറ്റം മേടിക്കുമ്പോൾ തന്നെ 500 വരും. ഇതിപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് 1000-നുള്ളിൽ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഇത് തന്നെയാണ് കേട്ടോ ഇതിനുള്ളിൽ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലേ? നല്ലതല്ലേ? അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ ഫുള്ള്. അപ്പൊ അതിൽ ഞാൻ എന്റെ എൻഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില് ഒരു പണി പറ്റി. ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് മൈക്ക് ബാഗ് കൊണ്ടിട്ട് താഴെ വീണു. പക്ഷെ ഞാനത് കണ്ടില്ല. അത് കാണാതെയാണ് ഞാൻ ഭയങ്കരമായിട്ട് വാദവരാതെ കിടന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനത് വീഡിയോ താഴെ കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് കിടന്ന് സംസാരിക്കുന്നുണ്ട്, എന്റെ മൈക്ക് പോയി. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി, എഡിറ്റ് ചെയ്യാനല്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്യൂല. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് വോയിസ് ഒന്നും കേൾക്കുന്നില്ല ഗൈസ്. അപ്പോൾ എനിക്ക് അത് അപ്ലോഡ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളതിൽ വേറൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല. എൻ്റെ ബാഗ് ഒരു ബ്ലാക്ക് കളർ ബാഗ് ഉണ്ട്. വീഡിയോ ഞാൻ കട്ട് ചെയ്ത് ഞാൻ താഴെ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ ബാഗിനകത്ത് എൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഹോസ്പിറ്റൽ ഫയല്, കൊച്ചിൻ്റെ കയ്യിലൊന്നും എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഫോൺ. ഹോസ്പിറ്റൽ ഫയല്, പിന്നെ പേസ്റ്റ് ബ്രഷ് കാര്യങ്ങളൊക്കെ അതൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്കിനി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.